ശാലിനി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തോ? വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലാണോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ശാലിനിയുടെ പരാതിക്ക് ആധാരമായിട്ടുള്ള വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ടോ? അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് നമ്മൾ ഏകദേശം ഒരു 3 മണിയോടെയാണ് നമ്മൾ പരാതി വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. പോലീസ് എത്രത്തോളം ഈ അന്വേഷണം നടത്തും, പ്രതികളെ പിടികൂടും, അല്ലെങ്കിൽ നമ്മൾക്കെതിരെ നടത്തിയിട്ടുള്ള ഈ അധിക്ഷേപത്തിൽ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ശാശ്വതമായി എനിക്കൊരു സന്തോഷവും സമാധാനവും ഒന്നും ഇല്ല. എങ്കിൽ പോലും എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത്. വകുപ്പുകൾ ഒരു പക്ഷേ പതിയെ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എഫ്ഐആറിന്റെ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും ദ്രുതഗതിയിൽ നടപടി എടുക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം, സന്തോഷം എനിക്കുണ്ട്. അതേസമയം തന്നെയാണ് ഈ നമുക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമവും അധിക്ഷേപവും നടത്തിയ വഞ്ചിയൂർ ബാബുവിനെതിരെ അടക്കം നിരവധി കേസുകളും പരാതികളും ഒക്കെ ഉണ്ട്. അയാൾക്കെതിരെ മുൻപും ഒരു കേസ് എഫ്ഐആർ ഇട്ട് ഇതേ സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ജാമ്യമെടുത്ത് പുറത്ത് നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സ്വാഭാവികമായും അതിൽ എന്ത് നടപടികൾ ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതും കണ്ടറിയണം. എന്തായാലും വളരെ വൈകാരികമായ അല്ലെങ്കിൽ മാനസികമായി നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഇന്ന് വഞ്ചിയൂർ ബാബുവിന്റെ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ CPM ആളുകൾ ഉള്ള ഒരു മേഖലയാണ്. അവിടെ നിന്ന് തന്നെയാണ്, പ്രദേശവാസികൾ തന്നെയാണ് അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതും വാർത്തയാക്കണം, ഇവിടുത്തെ ദുരവസ്ഥ പുറത്തെത്തണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംഘം അവിടെ എത്തുകയും ചെയ്തത്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ, അത് ഇപ്പോൾ നമുക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച കരമന അജിത്തും ഒപ്പം ഹരിസാറും ഒക്കെ പറഞ്ഞതുപോലെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ ഒരു സർക്കാരാണ്. രാത്രി നടത്തവും പകൽ നടത്തവും ഒക്കെ നടത്തി സ്ത്രീകൾ കേരളത്തിൽ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ സർക്കാരാണ്. ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിക്കോട്ടെ, മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ആയിക്കോട്ടെ ഒക്കെ പാദയാത്രയിൽ തിരുവനന്തപുരം മ്യൂസിയം മുതൽ പാളയം വരെയൊക്കെ നടന്നതാണ്. അവരുടെ മുന്നിൽ അതിൽ പങ്കെടുത്ത വഞ്ചിയൂർ ബാബുവിന്റെ മകൾ ഗായത്രി ബാബു ഉൾപ്പെടെയുള്ളവരുടെ പിതാവിന്റെ മുന്നിലാണ് ഇന്ന് എനിക്കൊരു സുരക്ഷയും ഇല്ലാതെ വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പൊ ഞാനല്ല എങ്കിൽ മറ്റൊരു റിപ്പോർട്ടർ അവിടെ എത്തി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. പക്ഷേ പബ്ലിക്കായി പട്ടാപ്പകൽ ഒരു വനിത എന്ന നിലയിൽ ആ വനിതയുടെ സാമാന്യ മര്യാദയിൽ ഒരു സ്ത്രീയാണ് എന്ന് പോലും പരിഗണിക്കാതെയാണ് മോശം വാക്കുകൾ പ്രയോഗിച്ചത്. ആ മോശം വാക്കുകൾ എന്തിനു പ്രയോഗിച്ചു എന്ന് എന്റെ സഹപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ എടുത്ത് അവിടുത്തെ തോട്ടിൽ കളയുമെന്നുള്ള ആക്രോശമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് മാത്രമല്ല, ലക്ഷങ്ങൾ വിലയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാമറകൾ പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള നടപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ക്യാമറയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. അതിനെതിരെ അവിടെയുള്ള പ്രദേശവാസികൾ ഒന്നും തന്നെ ഒരു രീതിയിലുമുള്ള പ്രതികരണം നടത്തിയില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഒരു പരിഹാസമായിട്ടും ഏറ്റവും ഒരു വിഷമമായിട്ടും തോന്നിയിട്ടുള്ളത്. കാരണം പലരും അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിലും എനിക്ക് മനസ്സിലായത്. കാരണം അവരവിടെ താമസിക്കുന്നു, ഇവരുടെ ഗുണ്ടായിസം, ഇവരുടെ അതിക്രമം തങ്ങൾക്ക് നേരിടേണ്ടി വന്നാലോ എന്നുള്ളൊരു പേടിയും ഭയവും പല മുഖത്തും ഞങ്ങൾ കണ്ടിരുന്നു. ഈ നിർദ്ദേശം തന്ന ആളടക്കം ഞാൻ ആരാണെന്നോ ഒന്നൊന്നും പറയരുത് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ വാർത്ത വിളിച്ച് തരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പക്കാ ഒരു ഗുണ്ടായിസം, അത് പട്ടാപ്പകൽ വഞ്ചിയൂർ കോടതിക്ക് ഏകദേശം 500 മീറ്റർ, വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ ഏകദേശം 500 മീറ്റർ അകലത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നിർദ്ദേശം നൽകിയപ്പോൾ തന്നെ നമ്മുടെ ചീഫ് എഡിറ്റർ അടക്കമുള്ളവർ, കോർഡിനേറ്റിംഗ് എഡിറ്റർ അടക്കമുള്ളവർ അവിടെ എത്തുന്നു. തൊട്ടു പിന്നാലെ പോലീസും അവിടെ എത്തി നമുക്ക് സുരക്ഷ ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SHO അടക്കം മടങ്ങി പോകുമ്പോഴും 2 പോലീസുകാരെ പ്രശ്നം നോക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിൽക്കുകയാണ്, നമുക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയും അവിടെ നിന്ന്. പക്ഷെ അവരെ പോലും തള്ളി മാറ്റുന്ന രീതിയിലാണ് അവിടെ CPMന്റെ പ്രവർത്തകരുടെ, പ്രാദേശിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള നടപടി എന്നുള്ളതാണ്. വഞ്ചിയൂർ കോടതിക്ക് മുൻപിൽ ഒരു പാർട്ടി ഓഫീസും കുറച്ച് ഇഷ്ടക്കാരും കുറച്ച് യുവാക്കളെയും കൂട്ടിന് പിടിച്ചാൽ എന്തും വഞ്ചിയൂർ വാർഡിൽ നടക്കും എന്നുള്ള ഒരു അഹംഭാവം വഞ്ചിയൂർ ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ വഞ്ചിയൂർ ബാബു ഈ ഒരു ഡിബേറ്റ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും പറഞ്ഞ കാര്യം തന്നെയാണ്, ഇത്തരത്തിലുള്ള വാക്കുകൾക്കോ അല്ലെങ്കിൽ ഡയലോഗുകൾക്കോ മുൻപിലോ പേടിക്കുന്ന ഒരാളല്ല ഞാൻ. ശരീരഭാഷ കൊണ്ട് ചെറിയൊരാളായിരിക്കാം, പക്ഷേ ഒരിക്കലും CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മുൻപിലോ CPMന്റെ ആളുകളുടെ മുന്നിലോ മുട്ടുമടക്കാനോ അല്ലെങ്കിൽ പേടിച്ച് മൈക്ക് മാറ്റി അവിടെ നിന്ന് പുറകോട്ട് പോകാനോ ഞാൻ തയ്യാറല്ല. ഞാനൊരു കർത്തവ്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി എത്തിക്കുകയും ചെയ്യും. ഒരുപക്ഷെ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു മഴ പെയ്ത് തുടങ്ങിയ അന്നു മുതൽ തന്നെ ഞാനും എന്റെ ടീം അടക്കം, വിവിധ ക്യാമറമാൻമാരും ക്യാമറ അസിസ്റ്റന്റുമാരും അടക്കം വിവിധ മേഖലകളിൽ പോകുന്നുണ്ട്. ഏകദേശം മുട്ടിന് മുകളിൽ വെള്ളം നിന്നത്, സെപ്റ്റിക് ടാങ്ക് മാലിന്യം അടക്കമുള്ളവയിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. കാരണം അത്രയധികം ദുരിതം ജനം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ അനുഭവിക്കുന്ന ദുരിതം അത് സർക്കാരിന് മുൻപിലേക്കും ആളുകളുടെ മുൻപിലേക്കും എത്തണം. അവരുടെ ഒരു ശബ്ദമായി നമ്മൾ മാറണം.
അതിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി ഒന്നും നമ്മൾ നോക്കരുത് എന്ന് വെച്ച് ജനങ്ങൾക്കിടയിലേക്കും ഈ മാലിന്യത്തിന്റെ ഇടയിലേക്കും ഒക്കെ ഞാൻ എത്തിയതാണ്. പക്ഷെ അവർക്ക് ആ പ്രശ്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത് അതിലൊരു വിഷമമുണ്ട്, അല്ലെങ്കിൽ അത് പ്രേക്ഷകരിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ എത്തിയാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ളത്. കാരണം എപ്പോഴും പറയുന്നുണ്ടല്ലോ സ്മാർട്ട് സിറ്റി, തിരുവനന്തപുരം നഗരം സ്മാർട്ടാണ് എന്ന്. സ്മാർട്ട് കുഴികളിൽ വീണ് അപകടത്തിന് ഇരയാകുന്നവരും ഒപ്പം തന്നെ കുഴികളിൽ വീണ് കൈയും കാലും ഒടിയുന്നവരുടെയൊക്കെ എണ്ണം തിരുവനന്തപുരം നഗരത്തിൽ കൂടുകയാണ്. ഇനി നമ്മൾ തിരുവനന്തപുരത്തുകാർ ഏറ്റവും അധികം പേടിക്കേണ്ടത് പകർച്ചവ്യാധികളെ ആകും എന്നുള്ളതിൽ സംശയമില്ല. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എവിടെയെങ്കിലും ഇരുന്ന് ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എന്റെ ഒരു അഭ്യർത്ഥനയാണ് ഗായത്രി ബാബു എത്രയും പെട്ടെന്ന് തിരികെ വന്ന് ഈ സാധാരണ ജനങ്ങളെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റണം എന്നുള്ളത്. കാരണം അത്രയധികം മാലിന്യം തിരുവനന്തപുരം നഗരത്തിൽ അടിഞ്ഞുകൂടുന്നുണ്ട്. പകർച്ചവ്യാധി പനികൾ വ്യാപിക്കുന്നുണ്ട്. ഡെങ്കിപ്പനി, എലിപ്പനി, ഒരു എലിപ്പനി മരണം കൂടി തിരുവനന്തപുരത്ത് സംഭവിച്ചൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇനി മഴക്കാലമാണ്, ന്യൂനമർദ്ദം, ചക്രവാത ചുഴി, കാലവർഷം ഒക്കെ വരികയാണ്. അപ്പോൾ കൃത്യമായൊരു നടപടി എടുത്തില്ലെങ്കിൽ സ്മാർട്ട് സിറ്റി ആയിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് സ്മാർട്ട് മരണങ്ങൾ കൂടി ഉണ്ടാകും. അനിൽ നമ്പ്യാർ. അതെ, മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പൂർവാധികം ശക്തമായി മുന്നോട്ട് പോവുക. ശാലിനി, ശ്രീ അജിത്ത്, അവിടെ ഈ റോഡ് ഇടിഞ്ഞ് പാർവതി പുത്തനാറിലേക്കല്ലേ പോയിരിക്കുന്നത്, ഇടിഞ്ഞിറങ്ങിയിരിക്കുകയല്ലേ? അത് ഈ റോഡ് നിർമ്മാണത്തിൽ അപാകത തന്നെയല്ലേ? ഇപ്പോൾ നമ്മുടെ പുറത്തിറങ്ങുന്ന AKG സെൻ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന ക്യാപ്സ്യൂളുകൾ എന്താണെന്ന് താങ്കൾക്കറിയാലോ. ദുബായിൽ പോലും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്, അവിടെയുള്ള ജനങ്ങൾ പോലും ബുദ്ധിമുട്ടി. പിന്നെയാണോ ഈ കൊച്ചു കേരളത്തിൽ എന്നാണ് സഖാക്കന്മാർ ചോദിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. നമ്മുടെ തിരുവനന്തപുരം നഗരം സ്മാർട്ടാകുന്നതിൽ തീർച്ചയായിട്ടും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണത്. ഏകദേശം 1200 കോടി രൂപയാണ് ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ പാഴാകി പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു മനപ്രയാസം കൂടി നമ്മുടെ മുന്നിലുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഓരോ ന്യൂനതകളും, ഈ സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ന്യൂനതകളും ഓരോ കാലാംശത്തിൽ നമ്മുടെ ശാലിനി ഈ നമ്മുടെ ജനം ചാനൽ വഴി പലപ്പോഴായിട്ട് ഇവിടെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. ഈ തീർച്ചയായിട്ടും നമുക്ക് സംരക്ഷണം ചെയ്യുന്ന സമയത്ത് വളരെ അഭിമാനത്തോടെ കൂടിയാണ് ഞാനതൊക്കെ നോക്കിക്കണ്ടത്. കാരണം ചെറിയൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു അപാകത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അപാകതകൾ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കുവാനുള്ള ആ ധൈര്യം തീർച്ചയായിട്ടും ശാലിനിയെ പോലുള്ള നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ ഏതൊരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഉമ്മാക്കി കാണിച്ചൊന്നും ആരും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമെന്ന് പറയുന്ന നെടുങ്കാടെന്ന് പറയുന്ന പ്രദേശത്തു നിന്നും ഒരു കൗൺസിലറായ ഞാനാണ്. തീർച്ചയായിട്ടും ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് പ്രവർത്തനം നടത്തുവാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ശാലിനിയെ സംബന്ധിച്ചിടത്തോളം ശാലിനി നടത്തിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, മഴക്കാലം തുടങ്ങിയതിന് ശേഷമെന്നാണ് ശാലിനി പറഞ്ഞത്. അല്ല, ശാലിനിക്ക് തെറ്റുപറ്റി. ശാലിനി, ഞാൻ പറയുകയാണ്, എനിക്ക് വളരെ നല്ല ഓർമ്മയുണ്ട്. ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങൾ നമ്മുടെ ചാനലിൽ കൂടി നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് വളരെയധികം അതിശയോത്തോടു കൂടി തന്നെയാണ് മറ്റ് ചാനലുകൾ വരെ അത് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ആളിൽ ചെറുതായിരിക്കാം, പക്ഷേ ആളിൽ ചെറുതായിരുന്നാലും ആ മനസ്സിൻ്റെ കട്ടിയും അതുപോലെ തന്നെ മനസ്സിൻ്റെ കട്ടി മാത്രമല്ല ആ സധൈര്യം അവിടെ പോയി ചെന്ന് ഓരോ പ്രശ്നങ്ങൾ ഉള്ള പ്രദേശത്ത് പോയി ചെന്ന് റിപ്പോർട്ട് എടുക്കുവാനുള്ള ആ കഴിവ്, അതൊരു കഴിവ് തന്നെയാണ്. ആ കഴിവിനെ ആർക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അങ്ങ് എത്ര പെട്ടെന്ന് അങ്ങ് അടിച്ചമർത്താമെന്നൊന്നും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയോട് ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വഞ്ചൂരെന്ന് പറയുന്ന പ്രദേശം നിങ്ങളുടെ ശക്തി കേന്ദ്രം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നിങ്ങളുടെ പാളയത്തിൽ തന്നെ തീർച്ചയായിട്ടും ചോർച്ചയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. കാരണം അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ആ ദുരിതങ്ങൾ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ജനവിഭാഗം നിങ്ങളുടെ ആ വഞ്ചൂർ വാർഡിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ വഞ്ചൂർ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. തൻ്റെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ശാലിനിയെ പോലുള്ള മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ആ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രംഗം
തീർച്ചയായിട്ടും ഞാൻ അസഭ്യം പറയുകയാണ്. വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നത് മാത്രമല്ല, ശരീരഘടനയെ കുറിച്ച് പോലും മോശമായി സംസാരിച്ചു എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന മേയർ ഒരു കാര്യം മനസ്സിലാക്കണം. ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യദുവിനെ, അതായത് ട്രാൻസ്പോർട്ട് ഡ്രൈവറിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആര്യ രാജേന്ദ്രൻ ഇനിയിപ്പോൾ ശാലിനി പ്രതിയായി കേസ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ശാലിനി വാദിയായിട്ടായിരിക്കാം നിങ്ങൾ പരാതി കൊടുത്തത്. ഇന്ന് രാത്രി തന്നെ ശാലിനിയും അതുപോലെ തന്നെ അഖിലും പ്രതിയായിക്കൊണ്ട് അടുത്ത ഒരു FIR ഇനിയിപ്പോൾ മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, നഗരസഭയുടെ എങ്ങനെയെങ്കിലും ജയിക്കുക, അത് എത്ര തരം താഴാനും അവർക്ക് മടിയില്ല. അതുകൊണ്ടാണല്ലോ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ള പരാതിയുമായി നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മാതൃകയായി പ്രവർത്തിക്കേണ്ട മേയർ തന്നെ ഇത്രയും മ്ലേച്ഛമായും ഇത്രയും തരം താഴുന്ന തരത്തിലേക്ക് പോയതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ശാലിനിയെയും അഖിലിനെയും കൂടി പ്രതിയാക്കിക്കൊണ്ട് അടുത്തൊരു FIR ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഭരിക്കുന്നത് അവരാണ്. അവരെ പ്രതിയോഗികളെ അടിച്ചമർത്തുവാൻ അവർക്ക് വളരെയധികം കഴിവുണ്ട്. കാരണം പ്രതിയോഗികളെ അടിച്ചമർത്തുന്ന അതിശയം ഉണ്ടായിട്ടുള്ളത്. അജിത്ത്, മേയറെങ്കിലും ഫോണിൽ വിളിച്ച് ചോദിക്കേണ്ടതല്ലേ ശാലിനിയോട് എന്താ സംഭവിച്ചത് അല്ലേ? നിജസ്ഥിതി ആരായേണ്ട ഉത്തരവാദിത്തം മേയർക്കില്ലേ? തീർച്ചയായിട്ടും അതൊരു വനിതാ മേയർ. അതെ 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 ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ ഒരിക്കൽ 100 കൗൺസിലർമാരിൽ ഒരാളാണ് ഞാൻ. 99 പേര് മേയറടക്കം 100 പേര്. എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ കുറേ ട്യൂബ്ലൈറ്റൊക്കെ അടിച്ചു പൊട്ടിച്ചതിൻ്റെ ഭീകര അന്തരീക്ഷം എൻ്റെ മേയർ തീർച്ചയായിട്ടും ഒന്ന് വിളിച്ച് ചോദിക്കേണ്ട മര്യാദ ഉണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാൻ പോലും, സ്വന്തം കൗൺസിലറാണ്, ഒന്ന് ചോദിക്കുവാൻ പോലും മര്യാദ കാണിക്കാത്ത മേയർ ശാലിനിയോട് പിന്നെ മര്യാദ കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കാരണമെന്ന് വേറെ ഒന്നുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൈകാല് വെച്ച അഹങ്കാരം കാണിക്കുന്ന, അതായത് അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കൈകാല് വെച്ച ആൾരൂപം എങ്ങനെയാണ്, ആ ആൾരൂപമാണ് മേയർ ആര്യ രാജേന്ദ്രൻ. അവർക്ക് ആരോടത്തും പ്രതിബദ്ധതയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുമായി അവിടെ ചെല്ലുന്ന സമയത്ത് ജനങ്ങളോട് കാണിക്കുന്ന ആ സമീപനം, അത് നമ്മളെ നഗരസഭയ്ക്കകത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പല തരത്തിലുമുള്ള ആൾക്കാരെ പോലും കാണുവാൻ പോലും, അതായത് വളരെ പാവപ്പെട്ട ആൾക്കാർ ചെറിയ കാര്യങ്ങളുമായി വന്ന് നിൽക്കുന്ന സമയത്ത് മണിക്കൂറോളം പുറത്ത് നിർത്തിക്കൊണ്ട് കാണാൻ പോലും കൂട്ടാക്കാതെ ഇറങ്ങിപ്പോകുന്ന സംഭവങ്ങൾ നിരവധി അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് മനുഷ്യത്വം ഒരു ശതമാനം പോലും തൊട്ടു തീണ്ടാത്ത മേയർ ആര്യ രാജേന്ദ്രൻ ശാലിനിയെ വിളിച്ച് അന്വേഷിക്കും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശ്രീ MK ഹരിദാസ, ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ, ബിജു പ്രഭാകർ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ ഓപ്പറേഷൻ അനന്ത എന്നൊരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരുന്നു. അതായത് ഈ വെള്ളക്കെട്ടിനൊക്കെ പരിഹാരമുണ്ടാവും, ശാശ്വത പരിഹാരം ഉണ്ടാവും എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ ഇവിടുത്തെ ചില വ്യവസായ പ്രമുഖരുടെ സ്ഥാപനത്തിന് മുന്നിലെത്തിയപ്പോൾ ആ പദ്ധതി അങ്ങ് നിലച്ചു. അജിത്തിന് നന്നായിട്ട് അറിയാം. ഇതുപോലെയാണ് പല പദ്ധതികളുടെയും അവസ്ഥ. വലിയ കൊട്ടിഘോഷിച്ചാണ് ഈ പദ്ധതിയുമായിട്ട് രംഗത്ത് വരുന്നത്. പക്ഷേ ചിലരുടെ മുന്നിൽ എത്തുമ്പോൾ പദ്ധതി അവതാളത്തിൽ ആവുന്നു, അല്ലെങ്കിൽ പദ്ധതി നടപടികൾക്ക് താളം തെറ്റുന്നു. അതാണ് ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വ്യത്യസ്തമായിരിക്കില്ല കൊച്ചിയിലെയും അവസ്ഥ. എന്നെങ്കിലുമൊക്കെ ഈ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അനിൽ നമ്പ്യാർ എന്ത് ചോദ്യം ചോദിക്കണം. തൃശ്ശൂർ കുന്നംകുളം റോഡിനെ കുറിച്ചിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. കോഴിക്കോട്ടേക്ക് പോകാനുള്ള ഇപ്പോൾ പുതിയ നാഷണൽ ഹൈവേയുടെ അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ് തൃശ്ശൂർ കുന്നംകുളം. ആ തൃശ്ശൂർ കുന്നംകുളം റോഡ് കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് വികസനം വഴിമുട്ടിയിരിക്കുന്നത് താങ്കളുടെ വായിൽ നിന്ന് ഇപ്പോൾ വീണതാണ്. കാരണം ഭരിക്കുന്നവർക്ക് വേണ്ടപ്പെട്ടവരുടെ പടിക്കിലെത്തി കഴിഞ്ഞാൽ സർവേ അവിടെ നിൽക്കുകയാണ്. അളവ് എല്ലാം അവിടെ കൊണ്ട് അവസാനിച്ചു. പിന്നീട് അതൊക്കെ കൂടിയിട്ട് തിരിച്ചെടുത്ത് പോയിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ വരും. അവിടെ നിന്ന് അളന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഭരണകക്ഷിയിൽപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തി, സ്വാധീനമുള്ളവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സാധാരണ പതിവാണ്. എനിക്ക് ശ്രീ അജിതിനോട്
ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയെ കുറിച്ചിട്ട് അദ്ദേഹം വളരെയധികം ഉത്കണ്ഠയും ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞപ്പോൾ ഈയിടെ മരുമകൻ മന്ത്രി പറഞ്ഞൊരു ഡയലോഗ് കേട്ടിട്ട് ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നിട്ട് ഉറങ്ങുക. താങ്കൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്, ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആഗ്രഹങ്ങൾ കുതിരകളാണ് എങ്കിൽ ഭിക്ഷാന്തേഹികൾ പോലും സവാരി ചെയ്തേനെ. ഇത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ കേട്ടോ. അതിനെക്കുറിച്ചിട്ടൊന്നും വലിയ പ്രതീക്ഷയൊന്നും, അതിന് യാതൊരുവിധ പ്രതീക്ഷയും വേണ്ട. അതൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ പോവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിൽക്കും, വീണ്ടും തുടങ്ങും. ഇപ്പം എൻ്റെ വീട്ടിൽ 3 വയസ്സുകാരനായ ഒരു കുഞ്ഞുണ്ട്. ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഒരു 18 വയസ്സ് അവനുള്ള സമയത്ത് പോലും ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഒന്നും തീരാൻ പോകുന്നില്ല. ഒരു പദ്ധതിയും തീരാൻ പോകുന്നില്ല. അതിൽ ഞാനൊരു ചെറിയ ഗുരുവായൂരിൽ നിന്ന് ഏകദേശം ഒരു 500ഓളം ഭക്തർക്ക് തൊഴാൻ പറ്റാതെ ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ വരെ മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം അമ്പലത്തിൻ്റെ ചുറ്റും കെട്ടി നിൽക്കുന്ന വെള്ളമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ക്ഷേത്ര നഗരി കേരളത്തിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു നഗരം. 2428 കോടി രൂപയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെതായിട്ട് വിവിധ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് കിടക്കുന്നത്. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണന് പുറത്തിറങ്ങി വന്നിട്ട് ഈ അമ്പലത്തിൻ്റെ ചുറ്റും കാന നിർമ്മിക്കാനോ അതിനെ യഥാർത്ഥ വഴിക്ക് തിരിച്ചു വിട്ടുകൊണ്ട് അത് എന്ന് അവസാനിക്കുന്നിടത്ത് എത്തിക്കാനോ സാധിക്കില്ല. അതിന് ഭരണകർത്താക്കൾ തയ്യാറാവണം, ദേവസ്വം ഭരിക്കുന്നവർ തയ്യാറാവണം, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തയ്യാറാവണം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. ദേവസ്വത്തിൻ്റെയും കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണം കൈയാളുന്നത് CPM-ൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും ക്ഷേത്ര ദർശനത്തിന് അസാധ്യമാകും വിധം വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണോ ശ്രീ അനിൽ നമ്പ്യാർ എന്നോട് ചോദിക്കുന്നത് ഈ വെള്ളക്കെട്ട് മാറും എന്നുള്ള പ്രതീക്ഷയുണ്ടോ എന്ന്? കഴിഞ്ഞ 20 കൊല്ലമായി അനിൽ നമ്പ്യാർ ഈ ഗുരുവായൂരിൻ്റെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ഓരോ സ്ഥലത്തും കുഴിച്ചിടുന്നു. ഇനി എനിക്ക് ശാലിനിയോട് പറയാനുള്ളത്, മോളെ ഒരു പ്രതീക്ഷയും വേണ്ട, ഒരു നിലയ്ക്ക് ഇതൊന്നും എവിടേക്കും മുൻപോട്ട് പോയിട്ട് മോൾക്ക് നീതിയൊന്നും കിട്ടാൻ പോകുന്നില്ല. പോലീസ് ഏമാന്റെ മകള് ഒരു ഡ്രൈവറുടെ ചെകിടത്തടിച്ച കേസ് എന്തായിരുന്നു? മോള് തിരുവനന്തപുരത്തുള്ളതല്ലേ, ഒന്ന് അന്വേഷിച്ച് നോക്കണം അതിന്റെ അവസ്ഥ എന്തായിരുന്നു. ഇപ്പൊ ആ മോൾ എവിടെയോ വിദേശത്ത് പോയിട്ട് പഠിക്കുകയാണ്, അടികൊണ്ടവൻ വീണ്ടും പോലീസിൽ ജോലി ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരോടായാലും സാധാരണക്കാരായ നികുതി നായകരോടായാലും കുതിര കയറുന്ന ഭരണകക്ഷിയിൽപ്പെട്ടിട്ടുള്ള നേതാക്കൾക്കെതിരെ കൃത്യമായിട്ട് നീതി നിയമ നിർവഹണം നടന്നു കഴിഞ്ഞാൽ ഇന്ന് ഈ 3-4 സെൻട്രൽ ജയിൽ കൊണ്ടൊന്നും കേരളം മതിയാവില്ല. 6-7 സെൻട്രൽ ജയിൽ വേണ്ടി വരുമ്പോഴൊക്കെ പിടിച്ചകത്തിടാൻ. പക്ഷെ അത് കുറ്റം ചെയ്യുന്നവർക്കും അറിയാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ കുറ്റം ചെയ്യുന്നവരെ കണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾക്കും അറിയാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോളുടെ FIR ഒക്കെ ഭംഗിയായിട്ട് പോവും. അതൊന്നും എവിടെയും ചെന്ന് എത്തുമെന്നൊന്നും മോൾക്ക് പ്രതീക്ഷ വേണ്ട. ഗുഡ് നൈറ്റ്. യെസ്, വഞ്ചിയൂർ ബാബുവിനോടും അയാൾ തീറ്റിപ്പോറ്റുന്ന ഗുണ്ടകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇമാതിരി ഉമ്മാക്കികൾ കാട്ടി ഭയപ്പെടുത്തേണ്ടതില്ല. വിരട്ടിയാൽ വിരണ്ടു പോകുന്നവരല്ല. പറയാനുള്ളത് അന്തസ്സായി പറഞ്ഞിട്ടേ പോകൂ. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന SHOയോട് പറയാനുള്ളത്, വഞ്ചിയൂർ ബാബുവിനെതിരെ, ആ ഗുണ്ടകൾക്ക് എതിരെ ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തി കേസെടുക്കണം. തുടർ നടപടികൾ ഞങ്ങൾ സാഗൂതം നിരീക്ഷിക്കുന്നുണ്ട്. ശാലിനിയോട് പറയാനുള്ളത്, ശാലിനി ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുക. ഒരിക്കൽ കൂടി ആശംസകൾ. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.